എല്ലാ ചങ്കുകൾക്കും നമസ്കാരം. എന്താണ്ട് പുതിയൊരു ഐറ്റമായിട്ട് നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇന്ന് നല്ല നാടൻ കോഴിയാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ നാടൻ കോഴിയുടെ തൊലി കളയാറില്ല, പക്ഷേ ഒരു വൃത്തിയുടെ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ട് ഈ കോഴിയുടെ തൊലി ഞാൻ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കിടുക്കൻ കോട്ടയം സ്റ്റൈൽ നാടൻ കോഴിക്കറി വെക്കാം. ബാ, ദേ നമ്മുടെ അറക്കൽ അബുവിൻ്റെ ആയുധമാണ് കയ്യിലിരിക്കുന്നത്. നമുക്ക് ഇതിനെ വെട്ടി നല്ല അപ്പം നമ്മുടെ നാടൻ കോഴി വെട്ടി അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കൊണ്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് വരാം. ബാ, ഇനി നമുക്ക് ചിക്കനിലോട്ട് ഇച്ചിരി മസാല ഇടാം. ആദ്യം ശകലം ഉപ്പ്, ശേഷം നല്ല എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം. ഇതിന് ഒരു അരമണിക്കൂർ നമുക്ക് വെക്കുമ്പോൾ നന്നായിട്ടത് പിടിക്കും. അവിടെ ഇരിക്കട്ടെ. നമുക്ക് സവോള ഒന്ന് അരിഞ്ഞെടുക്കാം. സവോള കിരി. ഇനി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇത് സാധാരണ എന്തിനാണെന്ന് തോന്നും, പക്ഷേ കോട്ടയംകാർക്ക് അങ്ങനെ ഒരു രീതി ഉണ്ട്. കോഴിക്കറിക്കകത്ത് ഉരുളക്കിഴങ്ങ് ഇടുന്ന ഒരു പരിപാടി. അതൊന്ന് ചെറുതായിട്ട് ഉരുളക്കിഴങ്ങ് കൂടെ കട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് വെളുത്തുള്ളി നമുക്കൊന്ന് പൊടിയായിട്ട് അരിയാം. ഇപ്പോൾ തീ കത്തിപ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചട്ടി അങ്ങ് വെക്കാം. നല്ല മൺചട്ടിയാണ് വെക്കുന്നത്. നാടൻ കോഴി മൺചട്ടി കറി വെക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. ഇനി നമുക്കത് കൊത്തി വെച്ച തേങ്ങ അതിനകത്തോട്ടങ്ങിടാം. ഇനി ഇതേ കറിവേപ്പില അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് പോവുക. അടുത്തത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കോരിയെടുക്കാം. ഒരു തേങ്ങയ്ക്കകത്തോട്ടാണ് ഇത് കോരിയെടുക്കുക. അതേ എണ്ണയിലേക്ക് ഇനി നമുക്ക് ഈ സവാള ഇടാം. ഇതിന് മൂടിയിരുന്ന് ശകലം നേരം വേവട്ടെ. സവോള വെന്ത് തുടങ്ങുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി ഒരു ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇളക്കാം. ഉപ്പിട്ട് ഒന്ന് ഇളക്കാം. ഇട്ടാൽ പെട്ടെന്ന് വേകുമെന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. സത്യമാണോ എന്നറിയത്തില്ല. നമ്മൾ ഈ കോരി വെച്ച ഈ സാധനം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം വഴന്നൊരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടൊരു ഇച്ചിരി മുളക് പൊടി, നല്ല നാടൻ മുളക് പൊടിയാണ് കേട്ടോ, ഇത് കാശ്മീരി അല്ല. ഇനി ഒരു ശകലം മല്ലിപ്പൊടി,
ഇത് മസാല നന്നായിട്ട് പിടിച്ച് നമ്മുടെ നാടൻ കോഴി അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി മിക്സാണ്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കണം. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം പിടിക്കാൻ ഒരു 5 മിനിറ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കാം നമുക്ക്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതങ്ങ് മൂടി വെച്ചേക്കുക. 3/4 മണിക്കൂറെങ്കിലും ഇവിടെ ഇരുന്ന് വേകണം. കാര്യം നാടൻ ചിക്കനാണ്, നല്ല വേവാണ്. ഒരു 10-15 മിനിറ്റോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആദ്യം ഇടാൻ എന്നാന്ന് വെച്ചാൽ അത് വെന്ത് കലങ്ങിപ്പോവും. ഇനി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെന്ത് വരുമ്പോൾ ഏകദേശം സെയിം ആയിരിക്കും. ഇപ്പോൾ തന്നെ നല്ല മണം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം വേവണം. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന സാധനം. എന്നാലും വേവ് ഫുള്ളായിട്ടില്ല, ഒന്നുകൂടെ നന്നായിട്ട് വേവണം. നാടൻ കോഴിയല്ലേ. ഇനി നമുക്കൊരു ഇച്ചിരി ഉപ്പ് നോക്കാം. ഒരു ശകലം എടുത്തിട്ട് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് ഉപ്പ് നോക്കാം. ചൂടാറട്ടെ. കിടു സാധനം കേട്ടോ. എന്നാലും ഒരു തരിയും കൂടെ വേവാനുണ്ട്, അതുകൂടെ ആവട്ടെ. എന്നിട്ട് നമുക്ക് എടുക്കാം. ഉപ്പ് കറക്റ്റാണ്. ഇനി ഇത് ഇത്ര സാധനം, അതിനകത്ത് ഏലക്ക, ജീരകം, ഒരുമാതിരിപ്പെട്ട എല്ലാ ഗരം മസാലയ്ക്കുള്ള എല്ലാ സാധനവും ഉണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ച് എടുക്കാം. പൊടി റെഡി. ഗരം മസാല നമുക്കിനി ചേർത്ത് കൊടുക്കാവേ. ശകലം മൊത്തം ഇടണ്ട, മൊത്തം ഇട്ട് ആകെ ടേസ്റ്റ് മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത്. ഇതാണ് ഇതിൻ്റെ സംഭവം. നല്ല കുറുകി അടിപൊളിയായിട്ടുണ്ട്. മണം സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആഹാ, ഇതാണ് തനി നാടൻ ചിക്കൻ കറി. വേണ്ട, നമ്മുടെ ചിക്കൻ കറി ഇങ്ങോട്ട് എടുക്കാം. എന്നാ മണമാണ് വരുന്നത്. ആഹാ, ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം. കണ്ടാ തിളക്കണ കണ്ടാ. അപ്പം എന്താണ്ട ചോറ് നല്ല കപ്പ പുഴുങ്ങിയത്. ഇത് കണ്ടോ, ഇതങ്ങോട്ട് ഒഴിക്കാൻ വേണ്ടി പോവുകയാണേ. ചാറ് കണ്ടോടെ, എൻ്റെ പൊന്നു. അടിപൊളി. വെള്ളം ഊറി നിൽക്കുകയാണ്. ഇതാണ്, നമുക്കത് കഴിച്ച് നോക്കാം. ആഹാ, ഇതാണ് മോനെ ചിക്കൻ കറി. കഴിച്ചിട്ട് പറയാം. ഞാൻ പറഞ്ഞാലേ, ഞാൻ ചുമ്മാ പറയാമെന്ന് വിചാരിക്കും. കഴിക്കും. എങ്ങനെയുണ്ട് ഇത്രേ? സൂപ്പർ, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? പുളി സാധനം. ശരിക്കും അഭിപ്രായം പറ. നല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇതുപോലെ തന്നെ നാടൻ കോഴിയെ പിടിച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ പക്ക ടേസ്റ്റ് ആയിരിക്കും. അത് ഗ്യാരണ്ടി ആയിട്ടുള്ള ഐറ്റമാണ്. നിങ്ങൾക്കത് കണ്ടപ്പോഴേ മനസ്സിലായെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ, ആ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണോട് അടിക്കണം. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാൻ മറന്നുപോകല്. അടുത്ത കിടിലം വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ദിസ് ഈസ് മാർക്ക് ആൻ്റണി സൈനിങ് ഓഫ്. നല്ല ചിക്കൻ്റെ പീസ്, തേങ്ങാക്കൊത്ത്, ഒരു കറിവേപ്പില, അതെങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. ഇതാണ് മോനെ കറി. ഇറച്ചിക്കോഴി ഒന്നും അല്ലെന്നുള്ളതാണ്.